ഒന്ന് പോയാൽ പോട്ടെ, നമുക്ക് രണ്ടാമത് വേറെ 2 വന്നു. ആകെ കൂടെ വള്ളിയാണല്ലോടേ. അപ്പൊ കൊണ്ടു കൊടുക്കാൻ പറയൂ. അപ്പൊ കൊണ്ടു കൊടുത്തില്ലേ എനിക്ക് ഫൈനും വീഴും. ഈ പരട്ട പെണ്ണുമ്പിള്ളക്ക് ആദ്യമേ പറഞ്ഞാൽ മതി, അപ്സര തിയേറ്ററിൽ അവിടെ അഡ്രസ്സിൽ മെൻഷൻ ചെയ്താൽ മതി. എന്നാ പിന്നെ ഈ 2 മണി എടുപ്പിക്കേണ്ട കാര്യമില്ല. എന്താ ടേസ്റ്റ് ചേട്ടാ, ഇങ്ങനത്തെ കസ്റ്റമറൊക്കെ എന്തിനാടാ എനിക്ക് തരുന്നത് കറക്റ്റായിട്ട്? അതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. കോപ്പാണ്. ഞാൻ ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കും തോറും എന്തെങ്കിലും ഒരു പണി ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയിരിക്കും. ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഏകദേശം ഇപ്പോൾ ഇത്രയും സമയമായി. കഴിഞ്ഞൊരു സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ച സമയത്തായിരുന്നു നമ്മുടെ കരിക്കിൻ്റെ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയി. അത് കഴിഞ്ഞ് ആ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി തൊട്ട് ഞാൻ നന്നായിട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങി. മഴ എന്ന് പറയാനായിട്ട് നിർത്താതെ പെയ്യുന്ന മഴ, അതായത് ഇങ്ങനെ ചാറി പെയ്യുന്ന മഴയാണ്. അപ്പോൾ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് അതൊരു വാട്ടർ പ്രൂഫ് ക്യാമറ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയത്ത് ഷൂട്ട് ഇടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വർക്കിന് ഇറങ്ങുന്ന സമയത്ത് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് മഴയൊക്കെ മാറി ഇപ്പോൾ വെയിലിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വെയിൽ അരച്ചു തുടങ്ങുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പോയി നോക്കാം ഇനിയിപ്പോൾ എത്ര രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കട്ടപ്പൊരി വെയിലത്ത് ഇപ്പം മഴ സർജ് ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മീൻസ് മഴയുടെ സർജ് ബോണസ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആ ബോണസ് ഇല്ല, സർജ് ബോണസ് അവൈലബിൾ ആണ്. എന്തായാലും ഇത് പോയി നോക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അറിയില്ല, ഇനി എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ മഴയൊന്നുമില്ലാത്ത പൊരിഞ്ഞ വെയിലിൽ നമ്മൾ ഇന്ന് സ്വിഗ്ഗി റൈഡ് നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും ദിവസം നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറ നനയുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് വ്ളോഗ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആൻഡ് മഴ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇടവിട്ടായിരുന്നല്ലോ മഴ. അതായത് കണ്ടിന്യൂസ്ലി ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പെയ്തിട്ടൊന്നുമില്ല. ഇനി പെയ്യാണെങ്കിൽ തന്നെ അത്യാവശ്യം ഇങ്ങനെ ചാറുക മാത്രം, അല്ലാണ്ട് നല്ല പെരും മഴയായിട്ട് എനിക്ക് തോന്നുന്നു 1-2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളിപ്പോൾ ഡ്യൂട്ടി ഓൺ ചെയ്യാനായിട്ട് സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രാത്രിയിലേക്ക് ഷിഫ്റ്റ് മാറ്റിയതിനു ശേഷം രാത്രി 8 മണിക്ക് ശേഷമൊക്കെ വർക്ക് ചെയ്യാൻ എന്താ സുഖം. റോഡിലൊരു മനുഷ്യന്മാരില്ല, ഒരു ട്രാഫിക് ഇല്ല, ശല്യങ്ങളില്ല, വണ്ടിയില്ല. എന്ത് സുഖാന്നറിയാം വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ലേറ്റ് നൈറ്റ് വർക്ക് അത്ര ഞാൻ യോജിക്കുന്നില്ല. മീൻസ് എന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതും എനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഈ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നത് താല്പര്യമില്ല. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ ശീലിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ കിടന്ന് ഉറങ്ങാനാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന ശീലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഓർഡർ എപ്പടിയോ എന്തോ ഈ നട്ടപ്പൊരി വെയിലത്ത് നിന്ന് നമുക്ക് മാറി നിൽക്കാം അല്ലേ. ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ ഓർഡർ അടിയും. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് എടുക്കാത്തത്. ഇവിടെയാണല്ലോ നമ്മൾ സ്ഥിരം ഡ്യൂട്ടി ഓൺ ആക്കലും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യലും ഒക്കെ ഇവിടെ നിന്നാണ്. ഇവിടെയൊക്കെ പുതിയ ഷോപ്പ് ഇപ്പൊ വന്നു. പണ്ട് ഈ ചായക്കട ഇല്ലായിരുന്നു. വന്നോളിൻ ചായ കുടിച്ചോളിൻ മനസ്സ് നിറച്ചോളിൻ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടി വരില്ല. അപ്പൊ തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിയെന്നുള്ളത്. ഇതേ കാപ്പിക്കോട്ടത്ത് നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 40 രൂപയുടെ ഓർഡറാണ് കിട്ടിയത്. 15 രൂപ സർജും ഉണ്ട് സുഹൃത്തുക്കളെ. 3 മണി വരെ ആയിരിക്കും സർജ്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 1:30 മണിക്കാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 12 മണി തൊട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 12 മണി തൊട്ടുള്ള സർജ് നമുക്ക് കിട്ടും. ഞാനിപ്പോ എല്ലാം ഊരി വെച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഗാലൂൺ ബോട്ടർ എടുത്തതായിരുന്നു. സോ ഈ ബോട്ടിൽ ആക്ച്വലി നല്ലതാണ്. ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ടാഗ് ചെയ്തിരിക്കാം. നിങ്ങൾ എല്ലാ ഡെലിവറി ബോയ്സും ചെയ്യേണ്ട ഒരു കാര്യമാണ് ലോട്ട്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡെലിവറി ബോയ്സ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഒരുപാടധികം വെള്ളം കുടിക്കുന്നത്, മിനിമം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നന്നാവും. ഈ മഴയത്ത് ഡെലിവറി പോയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫ്ലാറ്റുകളിലേക്ക് നമുക്ക് ഈ റെയിൻ കോട്ട് അലോഡ് ആയിരിക്കില്ല. അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് ലിഫ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ വെള്ളമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ 2 ഓർഡറും ഈ പറഞ്ഞ പോലെ തന്നെ 2 ഫ്ലാറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 2 ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ കോട്ട് ഇടേണ്ടയും അവസ്ഥ വരും. അതായത് ഫ്ലാറ്റിലേക്ക് കയറുന്ന സമയത്ത് ഊരേണ്ട അവസ്ഥയും വരും. ഫ്ലാറ്റിൽ നിന്ന് ഓർഡർ കൊടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും കോട്ട് ഇടണം. അതും ഒരു ഫ്ലാറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെയും കോട്ട് വരണം. ഇതൊരു വല്ലാത്ത ചടങ്ങായി പോയി. ഞാൻ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ദേഷ്യം പിടിച്ചിട്ട് ഈ തേങ്ങ കോട്ട് ഇട്ടില്ല. എന്നിട്ട് പെരും മഴയത്ത് ഞാൻ നനഞ്ഞങ്ങ് പോയി. സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തിയാലെങ്കിൽ ഒന്ന് വണ്ടി എടുക്കടേ. ഇവനൊക്കെ ഏത് വഴിയടേ. അങ്ങനെ ഇന്നത്തെ ഐശ്വര്യമായ ആദ്യത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മൾ കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുത്തിട്ട് വേഗം അങ്ങ് പോകാമായിരുന്നു. കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റ് ഇവിടുത്തെ ഫേമസ് ആണ് കുംഭകോണം ഫിൽട്ടർ കോഫി. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അത് എല്ലാരും പറയുന്നു. പിന്നെ ഇവിടെ കയറുമ്പോ തന്നെ വെയിൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കുംഭകോണം ഫിൽട്ടർ കോഫി. 0418 വട 2 പീസ്, മലബാർ ടീ 2 0418.
ഓ മൈ ഗോഡ്, ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഫസ്റ്റ് തന്നെ. സാരമില്ല, 128 രൂപയാണ്, നമുക്ക് പെട്രോൾ അടിക്കാം. ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ആദ്യത്തെ ഓർഡർ നമുക്ക് എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൈ കിട്ടണം. കാരണം അതൊരു ഐശ്വര്യമാണ്. ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാഷ് ആണ് കൈ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. തന്നെയല്ല, നമുക്ക് പെട്രോളൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സോ ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കിട്ടാനുള്ളത്. ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 3 കിലോമീറ്ററിന് ഉള്ളിൽ മാത്രമേ ഉള്ളൂ. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. MK ക്വിക്ക് സ്റ്റേ, അവിടേക്കാണ് നമുക്ക് ഓർഡർ കൊടുക്കാനുള്ളത്. സോ നമ്മളങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിളിച്ചു നോക്കല്ലേ. ഹലോ, സ്വിഗ്ഗി എന്നാണേ. ഞാൻ അവിടെ താഴെ എത്തിണ്ടായിരുന്നു. എവിടെ പോയി? 5 മിനിറ്റ് ആയല്ലോ ഇവിടെ വന്നിട്ട്. ബ്രോ എവിടെയുള്ളത്? ബ്രോ ഹലോ, MK ക്വിക്ക് സ്റ്റേയിലേക്കല്ലേ കൊടുത്തേ? MK ക്വിക്ക് സ്റ്റേയിലേക്കല്ലേ കൊടുത്തേ? ഇത് ഇവിടേക്ക് അഡ്രസ് വന്നേ. നല്ല ദൂരമുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓ തേങ്ങ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഇപ്പൊ നമുക്ക് ഇൻകറക്റ്റ് കസ്റ്റമർ അഡ്രസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടം വരെയുള്ള ബോണസ് നമുക്ക് കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് എത്ര കിട്ടുന്നോ എങ്ങനെ കിട്ടുന്നോ ഒന്നും അറിയില്ല. തന്നെയല്ല, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്റെ സോൺ ഏരിയയിലും പുറത്താണ്. പിന്നെ ഞാൻ അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് ഇവിടെ വരണം. അതൊക്കെ വൻ റിസ്ക് ആണ്. ഇതിന് എന്താ അറിയില്ല, കസ്റ്റമർക്ക് അവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുഞ്ചും. പക്ഷെ അതിപ്പോ ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുക്കേണ്ടി വരും. അതാണിപ്പോ അടുത്തൊരു ടാസ്ക്. ആകെ കൂടെ വള്ളിയാണല്ലോ ഡേ. ഞാൻ ഇറങ്ങുമ്പോ തന്നെ എന്റെ ചൈനീസ് പോക്കറ്റിൽ നിന്ന് 2 അടി തുടങ്ങി. ഞാൻ ഈ ഓർഡറിന്റെ തുടക്കത്തിൽ പറഞ്ഞോളൂ, ഈ ഓർഡറിൽ നമുക്ക് ഫസ്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് ക്യാഷ് കയ്യിലേക്ക് കിട്ടുമ്പോ ഐശ്വര്യാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ അതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. കോപ്പാണ്, ഒന്ന് ക്യാൻസൽ ചെയ്യടാ. ഇതിന് വേറൊരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോഴും റിസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കസ്റ്റമർ സപ്പോർട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താ കൊണ്ടു കൊടുത്താലും, എന്നിട്ട് പറയും കൊണ്ടു കൊടുത്തിട്ടില്ലെങ്കിൽ ഫൈൻ ഇടുന്ന് പറയും. ഒക്കെ കണക്ക് തന്നെ. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമുക്കൊന്നുകൂടെ കസ്റ്റമറെ വിളിച്ചു നോക്കാം, അതിനൊരു ഡ്രാമ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. ബ്രോ, ഇത് ക്യാൻസൽ ആക്കാൻ പറ്റിയിരുന്നോ? ഞാന് അവരെ കസ്റ്റമർ സപ്പോർട്ടിന്ന് വിളിക്കാം. അപ്പൊ നിങ്ങള് ബൈ മിസ്റ്റേക്കിൽ ഓർഡർ ചെയ്താന്ന് പറഞ്ഞാൽ മതി. അതായത് മറ്റേ ലൊക്കേഷൻ, അതായത് ബൈ മിസ്റ്റേക്കിൽ ഓർഡർ ചെയ്തു പോയതാണ്. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാറിയതാന്ന് പറയണ്ട. സംഭവം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിത് അങ്ങോട്ട് കൊണ്ടുതരണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടൂല. തിരിച്ചിങ്ങോട്ട് വരണം, ഇനി അടുത്ത ഓർഡർ കിട്ടും. അപ്പം ഇപ്പൊ ലൊക്കേഷൻ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓര് പറയും ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ കൊണ്ടു കൊടുക്കാൻ പറയും. അപ്പൊ കൊണ്ടു കൊടുത്തില്ല എനിക്ക് ഫൈനും വീഴും. അപ്പൊ ഞാൻ ഇവിടുന്ന് കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് കൊടുക്കാം. കസ്റ്റമർ പറയുന്നുണ്ട് ക്യാൻസൽ ആക്കാനെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ലൊക്കേഷൻ മാറിയതാന്ന് റീസൺ പറയണ്ട. അതന്നെ, ആ ഓർഡർ വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ശരി. അതൊക്കെ നടക്കുള്ളൂ മോനെ, എന്നെ കൊണ്ടൊന്നും വയ്യത്. ഷെടാ, വല്ലാത്തൊരു കടിയായി പോയല്ലോ. നമ്മളിപ്പോ ഓപ്ഷൻ കൊടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ക്യാഷ് പ്രോബ്ലം ആണ് കൊടുത്തത്, അതേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാനിപ്പോ കൊടുത്തത് കസ്റ്റമർ റെഡി ടു പേ, നോട്ട് റെഡി ടു പേ, അതാണിപ്പോ കൊടുത്തത്. ഹലോ, ഇത് കസ്റ്റമറെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടേ. കോള് കട്ടായി തേങ്ങ. ഇത് കസ്റ്റമറെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടേ. ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർഡർ. അതെ അതെ, കസ്റ്റമർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ. അതെ അതെ. ഹലോ, ഓക്കെ 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 ഓക്കെ. ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണ്ടേ? ഓക്കെ ശരി, തിരിച്ചു കൊണ്ടേ കൊടുക്കണ്ടേ? ഇപ്പോ എന്താ തിരിച്ച് റിട്ടേൺ ഓർഡർ അടിയാഞ്ഞ്? അപ്പൊ ഈ ഫുഡ് എനിക്ക് എടുക്കാനാണോ? തേങ്ങ. ആ ബ്രോക്ക് നല്ല വല്ല ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നോ? 2 വടയും ചായ ആയിപ്പോയില്ല ദൈവമേ. വല്ല ബിരിയാണിയോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേ. സാരമില്ല, വടയും ചായയും കിട്ടിയില്ലേ, വൈകുന്നേരത്തെ ചായ അടിക്കാലോ. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചായയുടെ എന്ത് പോകും, ചൂട് പോകും. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ചായയും കുടിച്ചാലോ. വടക്ക് ചട്നി ഉണ്ടാവോ? ഏതായാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ. റിട്ടേൺ ഓർഡർ അടിക്കോ ഇല്ലോ എന്ന് അറിയില്ലല്ലോ. ഇപ്പോ എന്താ ചെയ്യാ, അടുത്ത ഓർഡർ അടിക്കട്ടെ അല്ലേ. അടുത്ത ഓർഡർ അടിച്ചിട്ട് നോക്കാം. ഈശ്വര, റിട്ടേൺ ഓൺ ആവല്ലേ? റിട്ടേൺ ഓർഡർ അല്ല. ഓക്കെ, അതെന്തായാലും നന്നായി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത് ഗുഡ് ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് നിന്നാണ്. ഗുഡ് ബൗൾ മറ്റേ ബൗൾ ഐസ്ക്രീം ഒക്കെ എടുക്കുന്ന ബൗളില്ലേ, അതാണ് കേട്ടോ. ഓഫ് മൈ ഗോഡ്, ഇവിടെ ഒന്നും ബൈക്ക് വെക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം ഇവിടെ വെക്കാം. ഈ റെസ്റ്റോറന്റ് അല്ല കേട്ടോ എടുക്കാനുള്ളത്. ഇതോ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്നാണ് എടുക്കാനുള്ളത്. ബ്രോ 2710
ചിക്കൻ റൈസ് ബോൾ ആണ് ഈ കിടക്കുന്നത്. ഇതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റം എന്ന് പറയുന്നത്. സോ ഓർഡർ പിക്കപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് 4th ഗേറ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റോയൽ പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള റൂംസിലേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത്. ഇത് നമുക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കാനുള്ളത്. ആക്ച്വലി 1 കിലോമീറ്റർ ഒന്നും ഇല്ല, 1 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമുക്ക് ഇത് സഞ്ചരിക്കാനുള്ളത്. സോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയാലോ? അയ്യോ പെട്ട് ഗൈസ്, പെട്ട് നമ്മൾ 4th ഗേറ്റിൽ തന്നെ കുടുങ്ങി. ഇതെപ്പോ തുറക്കോ എന്തോ. എജാതി വെയിലാന്നറിയോ. ഞാൻ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇറങ്ങി വന്നതായിരുന്നു. ഇപ്പൊ കുറെ ദിവസമായി വെയിൽ കൊണ്ടിട്ട്. അപ്പൊ അതിന്റെ ആണോന്നറിയില്ല, ഈ ചില്ലറ ചെറിയ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നല്ല രീതിക്ക് എന്താ പറയാ ഒരു ഇറിറ്റേഷൻ പോലെ. പണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ രാവിലെ 6 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 3:30-4 മണി വരെ വർക്ക് ചെയ്തതാ. സോ ടോട്ടൽ പീക്ക് ടൈം വെയിലുള്ളപ്പോഴാണ് ഞാൻ മുന്നേക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ദേ ഇപ്പോ. എന്തായാലും ചെറിയൊരു തണലുണ്ട്. ട്രെയിൻ പോട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. നമ്മളങ്ങനെ റോയൽ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി എവിടെ വെക്കോ എന്തോ. വണ്ടി താഴോട്ടിറക്കിയാലോ? താഴോട്ടിറക്കാം. ഹലോ, സ്വിഗ്ഗി എന്നാണ്. റൂം നമ്പർ എത്രയായിരുന്നു? 3309. ഓക്കെ, 3309. ഓക്കെ ഗൈസ്, നമ്മളപ്പോ 2 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത ഓർഡർ എപ്പോ കിട്ടും? ഇപ്പോൾ നമുക്ക് സർജ് ഉള്ളത് കൊണ്ട്, അതായത് 15 രൂപയാണ് ഇപ്പോഴത്തെ സർജ് നമുക്ക്. അപ്പൊ 2 ഓർഡറിന് നമുക്ക് 30 രൂപ അങ്ങനെ തന്നെ കിട്ടി. 78 രൂപയാണ് കറന്റ് ഇപ്പോഴത്തെ ഏർണിങ്സ്. ഇതേ മൂന്നാമത്തത് കിട്ടിയിരിക്കുകയാണ് 36 രൂപയുടെ ലോഡഡ് നിന്നും. രണ്ടും ലോഡഡ് തന്നെയാണ് എടുക്കാനുള്ളത്. നമ്മൾ അങ്ങനെ ലോഡഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനിടയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. എപ്പോ നിൽക്കുമോ വണ്ടിയിൽ എത്ര പെട്രോൾ ഉണ്ടെന്നും എനിക്കറിയില്ല. (0987-0918). ഈ ഓർഡറിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടു കൊടുക്കാനുള്ളത്. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നത് കസ്റ്റമറുടെ നെയിമാണ്. അപ്പോഴുള്ള വിഷയം, ഈ കസ്റ്റമർ അവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ട്രെയിനിൽ നിന്നാണ് പുള്ളിക്കാരി ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുടുങ്ങും ഗൈസ്. വീണ്ടും അടുത്തൊരു ക്യാൻസൽ ഓർഡറും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ ഓൾറെഡി ട്രെയിന് കാത്തു നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, സാധാരണ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് സ്വിഗ്ഗിയുടെ തന്നെ ഹാൻഡ്ലർ നമ്മളെ ഫുഡ് വാങ്ങിയിട്ട് അവരാണല്ലോ ഡെലിവറി ചെയ്യുന്നത്. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൊറയില്ല, മീൻസ് തലവേദനയില്ല. കാരണം നമ്മൾ നേരെ അവർക്ക് അങ്ങ് കൊടുത്ത് അവരങ്ങ് നോക്കിക്കോളും ബാക്കി. ഇനി ഇത് ഏത് പ്ലാറ്റ്ഫോമിലാന്നൊക്കെ എങ്ങനെ അറിയും ദൈവമേ. എന്തായാലും വിളിച്ചു നോക്കാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, എനിക്ക് തോന്നുന്നു 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഇത് എവിടേക്കാ ഓർഡർ? റെയിൽവേ സ്റ്റേഷനിലേക്കാണോ അതോ? റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ്. അപ്സര തിയേറ്ററിന്റെ അവിടേക്കാണോ വരണ്ടേ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുണ്ട്. എനിക്ക് നല്ലത് ഈ വീഡിയോയിൽ തന്നെ എനിക്ക് പറയണമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് കമന്റ് ഇടേ. അതായത് ഇതിന് മുന്നത്തെ ഇൻസിഡൻസ് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ കസ്റ്റമറിനെ, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെമ്പർ കയറിയിരിക്കുന്നത്. ഇവർക്ക് ആദ്യമേ ഈ ഇതിനകത്ത് മെൻഷൻ ചെയ്താൽ മതി അപ്സര തിയേറ്ററിന്. പക്ഷെ അതിന് പകരമായിട്ട് ഇവള് അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. ഇങ്ങനെ ഈ പരട്ട പെണ്ണുമ്പിള്ളക്ക് ആദ്യമേ പറഞ്ഞാൽ മതി അപ്സര തിയേറ്ററിൽ അവിടെ അഡ്രസ്സിൽ മെൻഷൻ ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഈ 2ാം മണി എടുപ്പിക്കേണ്ട കാര്യമില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി എഴുതിയോണ്ടാണ് ഞാനിപ്പോൾ അവിടെ വരുന്നത്. പുല്ല് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അയ്യോ, ഈ ബസ്സിന്റെ ഇടയിൽ നമ്മളിപ്പോ പെടുമല്ലോ. ഇന്നത്തെ ദിവസത്തിന് എനിക്ക് മാക്സിമം വള്ളി പിടിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് ചെറുതായി ഡൗട്ട് ഉണ്ട്. ഇവര് വിളിച്ചിട്ടിപ്പോ എടുക്കുന്നുമില്ല. ഞാനിപ്പോ ഇവിടെ വന്നിട്ടൊരു 10 മിനിറ്റ് ആയും ചെയ്തല്ലോ. ചേട്ടാ, ഇങ്ങനത്തെ കസ്റ്റമറൊക്കെ എന്തിനാടാ എനിക്ക് തരുന്നത് കറക്റ്റ് ആയിട്ട്? ആദ്യത്തെ കസ്റ്റമറിനെ ഞാൻ പ്രാക്കൂല, കാരണം എനിക്ക് ക്യാൻസൽ ഓർഡർ കിട്ടിയല്ലോ. ഹലോ, നിങ്ങളെവിടെ? ഹലോ, എവിടെയാ ഉള്ളത്? ഞാനിവിടെ അപ്സരന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഉണ്ട്. ഷാഹിനല്ലേ? 222. എന്റെ പൊന്നെ, അങ്ങനെ അത് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അടുത്തതും ക്യാഷ് ഓൺ ഡെലിവറി തന്നെ. മാവൂർ റോഡ് 133 സ്പേസ് മാൾ 2nd ഫ്ലോർ. ഞാനിന്ന് സത്യം പറഞ്ഞ ആരെ കണ്ടാണ് പണിക്കിറങ്ങിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എല്ലാ വള്ളി കേസും ഇന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഒരു വള്ളി പോലും ഞാൻ ഒഴിവാക്കാണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ മൈക്കിന്റെ ഒരു മൈക്കിന് മുന്നിലായിട്ട് ഒരു സ്പോഞ്ച് ഇടുമല്ലോ, അതായത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സൊക്കെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഇടുമല്ലോ, ആ സ്പോഞ്ചും എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി.
ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ തലയിലേക്ക് വെച്ചതായിരുന്നു. അപ്പൊ ആ സ്പോഞ്ച് അതിനകത്തുനിന്ന് തട്ടി മിക്സ് ആയി പോയി. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്ന് ഞാൻ കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. ചായയൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. സമയം ഇപ്പോൾ ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. നമുക്ക് 1:30 മണിക്ക് 2 മണിക്ക് എങ്ങനെയാണ് ആ ഓർഡർ നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഈ വട കഴിക്കുന്നതാണ് ഒരു ടാസ്ക്. ഇപ്പൊ വടയും ഇപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കേണ്ടി വരും. ഇവന്മാർക്കൊരു പ്ലേറ്റും കൂടെ വെക്കാമായിരുന്നു. തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. ചായ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പാലും പാക്കറ്റൊക്കെ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചിട്ട് ചായയും കുടിച്ചാലോ, ഇതുപോലെ. നല്ല ചായ ഗൈസ്. ഓക്കെ ഗൈസ്, വട ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കുമ്പിൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ കിട്ടിയ ചട്നിയൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വട, ഓ മൈ ഗോഡ്, എന്താ ടേസ്റ്റ്! ചട്നിയുടെ ടേസ്റ്റ് കിടിലാണ്. ഇതിനകത്ത് തൈരുണ്ട്, നല്ല എരിവുണ്ട്, തേങ്ങ അരച്ച നല്ല കിടിലൻ ചട്നി. എനിക്ക് ഓൾറെഡി ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് മൊബൈൽ നിലവിളിക്കുന്നുണ്ട്, ഇത് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയി എടുക്കണേ. വരാ, എന്തായാലൊക്കെ തിന്നട്ടെ. ചട്നി ഒന്നും പറയല്ല ഗൈസ്. ആ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി. എങ്ങനെ? ഫൈനും എല്ലാം വരുമോ ഇനി? ക്യാൻസൽഡ്. ക്യാൻസൽ ആയത് നന്നായി. ബാച്ച് ഓർഡർ 2 ഒന്ന് പോയാൽ പോട്ടെ, നമുക്ക് രണ്ടാമത് വേറെ 2 വന്നു. ചായ പിടിക്കാം ഗൈസ്. കാപ്പിക്കുട്ടൻ റെസ്റ്റോറൻറ്റ് ഈസ് ഓസം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഗൈസ്. സമയം ഇപ്പൊ 10:30 മണി ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വള്ളികളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് അൽത്താസ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് നിന്ന് അപ്പൊ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ മെസ്സേജ് അയക്കുകയാണ്, ഇതിലേക്കൊന്ന് കോൾ ആക്കാമോ എന്ന് പറഞ്ഞിട്ട്. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ, അതായത് ഒരു പുള്ളിക്കാരൻ വേറൊരു പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി 410 രൂപ ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഇപ്പൊ കസ്റ്റമർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്യാൻസൽ ആക്കി തരുമോ, ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ക്യാൻസൽ ആക്കാനാണോ? ഓക്കെ ഓക്കെ, ഞാൻ ഇവിടുന്ന് ക്യാൻസൽ ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾ അപ്പൊ അവിടുന്ന് വിളിക്കും. അല്ല, അത് നമുക്ക് റിട്ടേൺ റെസ്റ്റോറന്റിലേക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് റെസ്റ്റോറന്റ് 1 കിലോമീറ്റർ തികച്ചില്ലല്ലോ. കസ്റ്റമർ ക്യാഷ് പ്രോബ്ലം എന്ന് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ഈസ് നോട്ട് റെഡി ടു പേ എന്ന് കൊടുത്തു. ഇതില് കസ്റ്റമർ ഇത് ക്യാൻസൽ ചെയ്യണം എന്നാ പറയുന്നത്. ഫുഡ് എന്താണ് സാർ ക്യാൻസൽ ചെയ്യാനുള്ള? അത് അറിയില്ല, അവര് ബൈ മിസ്റ്റേക്കിൽ ഓർഡർ ചെയ്ത് പോയതാണെന്നാ പറയുന്നത്. ഓക്കെ, ഈ നമുക്ക് ഇങ്ങനത്തെ ചൊറകൾ കിട്ടുമ്പോ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ കസ്റ്റമർ ക്യാൻസൽ ആക്കിയാലും മേ ബി ഫുഡ് എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷെ സമയം എത്ര പോകുന്നതെന്നറിയും. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതിപ്പോ കാത്തു നിന്നതിന് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അൽത്താസയിലേക്ക് തന്നെ ഈ ഓർഡർ നമുക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഓർഡർ വന്നിരിക്കുന്നത്. റിട്ടേൺ ഓർഡർ 10 രൂപ അടിഞ്ഞിട്ടുണ്ട്. കണ്ട വടയും ചായയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റിട്ടേണും വരൂല. ഇതേമാതിരത്തെ ഷവർമയോ അല്ലെങ്കിൽ ബിരിയാണിയോ മന്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ റെസ്റ്റോറന്റിലേക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ ഓർഡർ ഇട്ട് വരും. വല്ലാത്തൊരു കഥ തന്നെ. എന്റെ ഒരു 10-20 മിനിറ്റ് പോയത് മിച്ചം എന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല. എന്ത് ചെയ്യാനാ. അപ്പൊ ഗൈസ്, ഞാൻ ഈ ഓർഡറും കൂടെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. രാത്രി വർക്ക് ചെയ്യാനായിട്ട് എന്താ സുഖം കണ്ടില്ലേ. റോട്ടിലൊന്നും ഒരു മനുഷ്യജീവി ഇല്ല. അതുപോലെ തന്നെ നമുക്ക് വെയിൽ കൊള്ളണ്ട. പിന്നെന്താ, ആൾക്കാരെ തിക്കും തിരക്കും ഇല്ല, വണ്ടിയുടെ പുകയും ചൂടും ഇല്ല. ഓഫ്, ഭയങ്കര സുഖമുണ്ട് കേട്ടോ.
ഇപ്പോൾ 11 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ 11 മണി തൊട്ട് പുലർച്ചെ 5:30 മണി വരെ, 5:30 മണി വരെ അല്ല, പിറ്റേന്ന് രാവിലെ 9 മണി വരെ നമുക്ക് സർജും അവൈലബിൾ ആണ്. സോ അങ്ങനെയൊന്നും പണിയെടുക്കണ്ട. പക്ഷെ പറഞ്ഞാലോ, ഒരു ദിവസം ഒരു 24 hours അടിച്ചു നോക്കണം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. സോ നമ്മളിപ്പോൾ വീണ്ടും അൽത്താസയിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് ഇതിപ്പോൾ റിട്ടേൺ ഓർഡർ കൊടുക്കണം. സോ വണ്ടി ഇവിടെ നിർത്താം. അവർക്ക് തിരിച്ച് വേണമായിരിക്കും, വേണ്ടാന്ന് പറയണേ. ബ്രോ ക്യാൻസലാ ഒരു അതങ്ങനെ നമ്മൾ റിട്ടേൺ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ വരുമാനം എന്ന് പറയുന്നത് 1182 രൂപയാണ് നമ്മളെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ 150 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്നത്. 300 രൂപ എക്സ്പെൻസ് ഉണ്ട്. സോ 1200 നിന്ന് 300 പോയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് 882 രൂപയായിരിക്കും ഉണ്ടാവാൻ തോന്നുന്നു, കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ. ഓൾമോസ്റ്റ് നമുക്ക് 900 രൂപയുടെ അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പം സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.